ഹായ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ടൈം ഒരു 8 മണി 8:30 ഒക്കെ ഒരു ടൈം ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ മദ്രസയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാനവിടെ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായക്ക് കടിയെന്ന് പറയുന്നത് പൂരിയും പിന്നെ എന്തോ ഒരു കേങ്ങ് വെച്ചിട്ടെന്തോ ആണ് കൂട്ടാന് തോന്നുന്നു. എനിക്ക് അതിൻ്റെ പേര് ശരിക്കും അറിയില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചായക്ക് കുടിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ചായ കുടിക്കൽ. മദ്രസക്ക് പോകുമ്പോൾ വല്ല ബ്രെഡും അങ്ങനത്തെ ഒക്കെ കഴിക്കും, പിന്നെ ബിസ്ക്കറ്റൊക്കെ കഴിക്കും, പിന്നെ നമ്മൾ രാവിലെ മദ്രസ കിട്ടുന്ന അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കും കേട്ടോ. പിന്നെ ഇതാ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പുറത്ത് ഇതാ നല്ല അടിച്ചു വരാനുണ്ട്. കാരണം ഞങ്ങളെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയൊരു പ്ലാവുണ്ട് കേട്ടോ. വലിയൊരു മരമാണ്. അപ്പോൾ അതിന്മേൽനിന്ന് നല്ലോണം ഇല ചാടാറുണ്ട്. അപ്പോൾ ഇവിടെ അടിച്ചു കയറ്റൊന്നും വലിയ കാര്യമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ ഇതാ വീണ്ടും ഇങ്ങോട്ട് ഞാൻ ചാടും. അപ്പോൾ ഇത് ഞാനവിടെ ഫുള്ളായിട്ട് അടിച്ചു വരുന്നുണ്ട് കേട്ടോ. പിന്നെ രാവിലെ ഇങ്ങനെ അടിച്ചു വരും എല്ലാ ദിവസവും. അപ്പോൾ ഇതാ ഞാനിവിടെ ഇങ്ങനെ അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇങ്ങനത്തെ ഒരു വീഡിയോസാണ്, ക്രാഫ്റ്റ് വീഡിയോസാണ് ഇഷ്ടമെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ആണ് ഇഷ്ടമെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഞാനിതാ ഇങ്ങനത്തെ ഓരോരോ പണിയിലാണ് കേട്ടോ. രാവിലെ ആകുമ്പോൾ ഇങ്ങനത്തെ ഒരു പണിയിലേക്കാരം, അല്ലെങ്കിൽ എനിക്ക് വേറെ പണിയൊന്നുമില്ല. പിന്നെ കുറച്ച് ഞാൻ വല്ല വീഡിയോസ് എടുക്കാനുണ്ടെങ്കിൽ അങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കും. അതായിരിക്കും കേട്ടോ എൻ്റെ പണി. പിന്നെ കുറച്ച് റൂം വൃത്തിയാക്കുക അങ്ങനത്തെ ഒക്കെ പണിയേക്കാം. പിന്നെ ഞാനിതാ ഫസ്റ്റ് ഇവിടെയൊക്കെ ജസ്റ്റ് നനച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ നനച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി എങ്ങനത്തെ വീഡിയോ ആണ് ഇടേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഇടാം. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ് എനിക്ക് കുറേ കമൻറ്റ് വന്നിട്ടുള്ളൊരു സംഭവം കൂടിയാണ്. ഡേ ഇൻ മൈ ലൈഫ് ഇടുമോ, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ ചോദിച്ചിട്ട് കുറേ കമൻറ്റും എനിക്ക് വരാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് കേട്ടോ അത്ര വൈകിപ്പോയത്. അപ്പോൾ നമുക്ക് ഇനി ഫുള്ളായിട്ട് ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിതാ റൂമൊക്കെ വൃത്തിയാക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് റൂമിലോട്ട് പോവാം. അപ്പോൾ റൂമിൽ ഇതാ കർട്ടൻ ഇങ്ങനെ ഇരുട്ടാക്കി ഇടുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ ഇരുട്ടായിരിക്കും. പിന്നെ രാവിലെയൊക്കെ ആയാലാണ് ഞങ്ങളിങ്ങനെ തുറന്നൊക്കെ ഇടാറ് കേട്ടോ. അപ്പോൾ ഈ കർട്ടൻ ജസ്റ്റ് ഒന്ന് പകുതി പൊക്കിയാൽ തന്നെ ഇത്രക്കും വെളിച്ചം കിട്ടും. കാരണം ഈ റൂമിലേക്കാണ് കൂടുതൽ സൂര്യപ്രകാശമുള്ളത് കേട്ടോ. ഈ റൂം ഭയങ്കര പറഞ്ഞാൽ കുറച്ചൊക്കെ ചൂടാണ്. പക്ഷെ അവിടുത്തെ ഫാന് ഭയങ്കര കാറ്റായതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ കിടക്കൽ കേട്ടോ. ഈ ഒക്കെ ഒരു ടൈം പറഞ്ഞാൽ ഫുൾ ചൂട് കാലമാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെയാണ് കിടക്കാറുള്ളത്. പിന്നെ ഇതാ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൽ കുറേ പാവക്കുട്ടിയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ ഓരോരോ ഇതാണ് കേട്ടോ. അപ്പോൾ ഒന്നെന്തോ സൂപ്പർമാനോ അങ്ങനെ എന്തോ, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ ഒന്ന് കരടി പോലൊരു ഇത്, പിന്നെ ഒരു മുയലുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ മുയൽ. അപ്പോൾ ഇത് ഒറിജിനൽ നല്ല, പക്ഷേ ഒറിജിനൽ പോലെയാണ് കണ്ടാൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനെ. ഒരു കൊഴിഞ്ഞുകൊണ്ട് അതിനെ എടുക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അവിടെ വെക്കാറുണ്ട്. പിന്നെ ഇതാ നമുക്ക് ബ്ലാങ്കറ്റ് ഒക്കെ മടക്കി വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാം. ഇതാണ് എനിക്ക് ടാസ്ക് ആയിട്ടില്ല പരിപാടി. ഇതാണെങ്കിൽ മടക്കിയാൽ ഒപ്പായി കിട്ടില്ല. ഞാൻ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ മടക്കൽ. അപ്പോൾ നമുക്ക് ഒപ്പാണെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അത് മടക്കിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ വിരിച്ചാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വിരിച്ചു കൊടുക്കാം. ഞങ്ങൾക്ക് ഇത് റെഡിയാക്കാം കേട്ടോ. അതിന് ശേഷം എൻ്റെ ടേബിൾ റെഡിയാക്കണം, അടിച്ചു വാരണം, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം കേട്ടോ. എനിക്ക് കൂടുതലും ഒരു ലൈറ്റ് കളറിനോടൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എപ്പോഴും ലൈറ്റാണ് ഉപയോഗിക്കാറ്. ലൈറ്റ് കളറിലതാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്.
അപ്പോൾ പിങ്ക്, ലൈറ്റ് ബ്ലൂ, യെല്ലോ അങ്ങനത്തെ കളേഴ്സൊക്കെ ഞാൻ കൂടുതലും ഇതാക്കാറുള്ളത്. പിന്നെ ഇതാണ് എൻ്റെ ടേബിൾ എന്ന് പറയുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്ന ടേബിൾ. ഇത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നല്ല വൃത്തിയുണ്ടാവും, നല്ലോണം റെഡിയാക്കിയിട്ടൊക്കെ ആയിരിക്കും വെക്കുക. പിന്നെ വീഡിയോ എടുത്ത് കഴിയുമ്പോഴേക്കും ഇതാകെ അലങ്കോലാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ അടുത്ത വീഡിയോ എടുക്കുമ്പോഴേക്കാണ് വീണ്ടും റെഡിയാക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ചില ടൈമിൽ എനിക്ക് ഭയങ്കര വൃത്തിയാക്കുന്ന പരിപാടിയൊക്കെ ആ ഒരു ടൈമിൽ ഞാനിതൊക്കെ റെഡിയാക്കും. പിന്നെ വീണ്ടും ഇത് പഴയ പോലെ തന്നെ ആവും, നേരത്തെ അടിച്ചു വരിക പോലെയാണ്. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ തന്നെ ആവും. അപ്പോൾ ഫസ്റ്റ് നമുക്കിതാ ഈ ടേബിൾമത്തെ ഇതിൻ്റെ സ്റ്റഡി ടേബിളാണ്. ഇത് ഞാൻ എത്രയെന്നോ എനിക്ക് 2ാം ക്ലാസ്സിൽ നിന്ന് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ടേബിളാണിട്ടത്. അപ്പോൾ ഇതും ഞാൻ വീഡിയോസൊക്കെ എടുക്കാറുള്ളത്. ഈ ടേബിളിൻ്റെ ചിത്രമൊന്നും എനിക്കിഷ്ടമല്ല, പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത്. ഇപ്പം ഞാൻ വലുതായല്ലോ, അപ്പോൾ പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. എനിക്ക് പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ആ ഒരു ടർക്കി പോലത്തെ ഒരു തുണി ഞാൻ വിരിച്ച് വെക്കും. പിന്നെ നമുക്കിനി ഇതുമ്മേ ഇങ്ങനെ തുടക്കാനൊക്കെ ഉണ്ട്. ചെറിയ പൊടി പിന്നെ സ്കെച്ച് വെച്ചിട്ട് വരണതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ദിവസം തോത്തി റെഡിയാക്കുകയാണ്. അതിന് ശേഷം നമുക്കിതൊക്കെ വീണ്ടും കഴിയുമ്പോൾ തന്നെ വെക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ടേബിള്. പിന്നെ ഇതിന് അടിയിലൊരു ഇതുണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ അതിൻ്റെ ഉള്ളിൽ തിരുക കേട്ടോ. അപ്പോൾ പിന്നെ പുറത്തേക്കൊന്നും കാണില്ലല്ലോ, അപ്പോൾ എനിക്ക് ഭയങ്കര സുഖമാണ്. ഞാൻ അതിൻ്റെ ഉള്ളിൽ തിരികും. അപ്പോൾ നമ്മളിങ്ങനെ ടേബിൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം നമുക്കിതാ മുഴുവനായിട്ട് ഈ തുണി അതിമ വിരിക്കണം. പിന്നെ അതിമ വെച്ചിരുന്ന സാധനം അതേപോലെ തന്നെ കുറച്ച് വൃത്തിയിലൊക്കെ വെക്കണം. പിന്നെ ഞാൻ ഇൻസുലേഷൻ ടാപ്പ്, അതായത് സെല്ലോ ടാപ്പ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യുകയൊക്കെ ആണെങ്കിൽ ഞാൻ ആ ടേബിളിൽ അങ്ങോട്ട് ഒട്ടിച്ച് വെക്കും. ആകുമ്പോൾ നിലത്തേക്കൊന്നും ചാടില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ അതിന് ജസ്റ്റ് ഒന്ന് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ റൂം ഇങ്ങനെ നല്ല വൃത്തിയിൽ കാണുമ്പോൾ നല്ല സമാധാനം ഉണ്ടാവും. മറ്റേതാകെ കച്ചറായിട്ട് കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വെച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പിന്നെ ആ യെല്ലോ പെൻ ഹോൾഡറിൻ്റെയും പിന്നെ മറ്റേ പെൻ ഹോൾഡറിൻ്റെയും ഒക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ പോയി കാണാം, എൻ്റെ ചാനലിൽ പോയി കാണാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ അത് സ്നേക്ക് പ്ലാന്റ് ആണ്. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, മാസ്കിൻ ടാപ്പ് വെച്ചിട്ട് സ്നേക്ക് പ്ലാന്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. പക്ഷെ അത് വീഡിയോയിൽ ഇടുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ റൂം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഞാൻ ആ ഒരു ഭാഗത്താണ് കൂടുതലായിട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. നമുക്കിതാ അടിച്ചു വരാനുണ്ട്. അപ്പോൾ എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ അവിടെ ആയിട്ട് നല്ല ചപ്പും ചവറൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അവിടെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ചവറും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഫുള്ളായിട്ടൊന്ന് അടിച്ചു വരെടുക്കാണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഫുള്ളായിട്ട് ഇവിടെ ഒന്ന് അടിച്ചു വരെടുക്കാം. പിന്നെ എനിക്ക് കൂടുതലായിട്ട് ലൈറ്റ് കളറിനോടാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് കൂടുതൽ സാധനം ലൈറ്റ് കളറും ലൈറ്റും പിന്നെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് എൻ്റെ അടുത്തുള്ളത്. പിന്നെ ഇവിടെയും കൂടെ ഒന്ന് അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ അടിച്ചു വരല കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് കഴിഞ്ഞതിന് ശേഷം മദ്രസത്തെ ബാഗും പർദ്ദയൊക്കെ അലമാരയിലോട്ട് വെക്കാനുണ്ടായിരുന്നു.
പിന്നെ ഇത് ഏകദേശം വൈകുന്നേരമൊക്കെ ആയി. വൈകുന്നേരമായാൽ പിന്നെ ഞങ്ങൾ മണ്ണിക്കളി ഉറച്ചിട്ടോ. അപ്പോൾ ഞാനും ഇമാനും ഉണ്ട് കളിക്കണത്. ഓൾക്ക് ആരും കളിച്ചാലായിട്ട് എന്നെ വിളിച്ചോളെ, എനിക്ക് ദൂരം തരില്ല. അപ്പോൾ ഞാനും ഓളൊപ്പം കളിച്ചാൽ വിടും. അപ്പോൾ ഞങ്ങൾ സാധാരണ മണ്ണിലൊന്നും കളിക്കാറില്ല, വേറെ എന്തെങ്കിലും ഉള്ളിലെന്തെങ്കിലും പണിയിലേക്കാരം. അപ്പോൾ ഇന്ന് വിചാരിച്ചു മണ്ണിലൊക്കെ ഒന്ന് ജസ്റ്റ് കുറേ ദിവസമായാലും മണ്ണ് കളിച്ചിട്ട്, അപ്പോൾ മണ്ണിലൊക്കെ കളിക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ ഫസ്റ്റ് മണ്ണൊക്കെ വാരി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ മണ്ണാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ മണ്ണ് എങ്ങനെയൊക്കെയോ മാന്തി ലാസ്റ്റ് ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ മണ്ണ് ഇത്രയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഇതാ മണ്ണ്. അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു അച്ചുണ്ട് കേട്ടോ. ഞങ്ങൾ ബീച്ചിൽ പോയപ്പോൾ അവിടുന്ന് മേടിച്ചായിരുന്നു, അവിടുത്തെ മണലിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും ഇത് മണലിൽ കളിക്കുന്നതാണ്. പിന്നെ ഇവിടെ മണലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ മണ്ണിലാട്ട കളിക്കാം. അപ്പോൾ ഇനി നമുക്ക് മണ്ണ് അരിച്ചെടുക്കാം. ഞാൻ എന്തോ ഒരു കേക്കാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അരിച്ചിട്ട് കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു, പക്ഷെ എനിക്ക് അരിച്ചിട്ട് അത്രക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ദേഷ്യം കയറിച്ച് ഞാൻ പിന്നെ ഉണ്ടാക്കണ്ട വിചാരിച്ചു. കുറേ അരിച്ചിട്ട് മനുഷ്യൻ്റെ കൈ വേദനിച്ചിട്ടുണ്ട്. അപ്പോഴും മണ്ണൊന്നും കിട്ടണില്ല, ആകെ കുറച്ചേ കിട്ടണുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഫുള്ളായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ നേരം അരിച്ചെടുത്താൽ ഇത്ര മണ്ണേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ചോക്ലേറ്റ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ അതിൻ്റെ ഒപ്പം തന്നെയല്ല ഒരു പാട്ടുണ്ട് കേട്ടത്, അതിലേക്ക് കുറച്ച് വെള്ളം എടുത്തു. അതിന് ശേഷം നമുക്ക് അരിച്ചെടുത്ത മണ്ണൊന്നും അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. മണ്ണിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ചോക്ലേറ്റ് ഉണ്ടാക്കാം. പക്ഷേ ശരിക്കും ചോക്ലേറ്റിനൊക്കെ ഉണ്ടാക്കാൻ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണാണ് എടുക്കുക. പക്ഷെ ഇത് സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണൊന്നുമില്ല കേട്ടോ. ഇത് വേറെ എന്തോ ഒരു കല്ല് പോലെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കി. പിന്നെ ചോക്ലേറ്റ് അരിച്ചെടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു തുണിയൊക്കെ എടുത്ത് എന്നിട്ട് മണ്ണിൽ കളിച്ചിട്ടുണ്ടോ. തുണിയൊക്കെ എടുത്തിട്ട് ഒരു പാത്രത്തേക്ക് അരിച്ചെടുത്തിട്ട് ചോക്ലേറ്റ് ആക്കി വിചാരിച്ചു. എന്നിട്ട് കട്ടാക്കി എടുക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോഴേക്കിന് വെയിലൊക്കെ അരച്ച്, പിന്നെ ഞങ്ങൾ തണലത്താണ് കളിച്ചത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമുക്കിനി നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഒഴിച്ച് കൊടുക്കട്ടോ. അല്ലെങ്കിൽ അതിൽ കട്ടാകും. അപ്പോൾ ചോക്ലേറ്റ് ഉണ്ടാക്കാം നമുക്ക്. പിന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതാ നമുക്ക് നന്നായിട്ട് ഇതിലത്തെ വെള്ളം ഒന്ന് കളഞ്ഞ് കൊടുക്കണം. വെള്ളം നന്നായിട്ട് കളയുക. അപ്പോൾ കളഞ്ഞിട്ടാണ് ഞാനിവിടെ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. ഇങ്ങോട്ട് നമ്മൾ വല്ല കവറിലും ആക്കിയിട്ട് മുട്ടായിക്കളി കളിക്കാൻ നിൽക്കാനും വിചാരിച്ചില്ല. പക്ഷെ അതിനൊന്നും പറ്റിയില്ല, ആകെ തുള്ളി മണ്ണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചത് വലുതൊക്കെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ പക്ഷേ ഇത് അതിനൊന്നും തികഞ്ഞില്ല. പിന്നെ ഞാൻ മണ്ണ് കളിച്ചാണെങ്കിൽ ഒരു ലോഡ് മണ്ണാക്കും കയ്യുമ്മേ. കാരണം കുഴച്ചങ്ങാണ്ട് ഇങ്ങോട്ട് ഇതാക്കിയിട്ട് കയ്യുമ്മ കൂടി നിറച്ച് മണ്ണെടുക്കും. പിന്നെ ഇമാനപ്പൊക്കെ നോളച്ച് മണ്ണ് നിറച്ചിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി ഇഞ്ചത്തിലെ മണ്ണൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമുക്കിനി മണ്ണ് ഇതാക്കാം. അതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് കാണിച്ചു തരാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ കണ്ടൊക്കെ പറയണേ. അപ്പോൾ ഇതാ നമ്മൾ മണ്ണ് അരിച്ചെടുത്തിട്ട് ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വേറെ എന്തോ ഒരു പൊടിമണ്ണ് പോലെയൊക്കെ തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു ചോക്ലേറ്റ് ഉണ്ടാക്കണ്ട, വേറെ എവിടുന്നേലും മണ്ണെടുത്തിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കി വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ന്യൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മണ്ണ് ന്യൂഡിൽസാണ്. പക്ഷേ ഫസ്റ്റ് ഇതിൽ ഏകദേശം വരുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിൽ വരുന്ന മണ്ണൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും എൻ്റെ അടുത്തുള്ള മണ്ണ് തീർന്നു പോയി. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അത് നിർത്തി. പിന്നെ ഓളപ്പം ഈ പാത്രങ്ങൾ കഴുകാൻ കൂടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ നിന്നു. അപ്പോഴേക്കും എൻ്റെ കയ്യിൽ നിറച്ച് മണ്ണായി.
പിന്നെ ഇതാ ഇമാനുവിൻ്റെ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് ഓൾ ഉണ്ടാക്കിയത്. പിന്നെ ഇതാ നമുക്ക് ഒരു ഡ്രൈ ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇതൊരു റോസാണ് കേട്ടോ, ഓറഞ്ച് കളറാണ്. പക്ഷെ ഫ്രണ്ട്സ് ഇത് ഒറിജിനലായിട്ട് കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. ശരിക്കും നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വീഡിയോയിൽ അത്രയ്ക്കൊന്നുമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഇതൾ പറിച്ച് വയ്ക്കാൻ തന്നെ റെഡ് കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു റോസാണ് കേട്ടോ ഇത് മൊട്ടായപ്പോൾ തന്നെ വാടിയിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഇത് ഡ്രൈ ആയത്. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇവാനിതാ ഓളത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആമയാണ്. അപ്പോൾ ഓളപ്പോക്കിനും കുത്തനൊക്കെ വെച്ചിക്കണം. പിന്നെ ഞാനൊക്കെ കൊട്ടിക്കൊടുക്കാൻ പറഞ്ഞാണ്ട് കൊട്ടുകയാണ് കേട്ടോ. അപ്പോൾ പിന്നുള്ള പറഞ്ഞ് വേണ്ട ഞാൻ തന്നെ കൊട്ടിക്കോളാൻ പറഞ്ഞിട്ട് ഓളഞ്ഞുണ്ട് കൊട്ടണത്. അപ്പോൾ ഇതാ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾക്ക് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.